ഗൈസ്, ഇതാണ് ഞങ്ങളെ ആപ്പ. ഏറ്റവും ചെറിയ ആപ്പ. ചെറിയൊരു കിറുക്കുള്ള ആളാണ് കേട്ടോ. ഇതുപോലെയുള്ള ചെറിയ എന്താ പറയുക, ഈ ചെറിയ ഐറ്റംസുകളൊക്കെ ആപ്പാൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ആളിപ്പോൾ ദുബായിന് വന്നതാട്ടോ, ലീവിന് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ആപ്പുണ്ടാകുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടാവും വീട്ടിൽ. ആപ്പ വെറും വൈബിൻ്റെ ആളാണ്. ഇപ്പോൾ പൂത്തിരിയും കമ്പിത്തിരിയും പടക്കമൊക്കെ വാങ്ങിക്കണം ആപ്പ. എന്നിട്ട് ആപ്പനെ കത്തിക്കണുണ്ട്, ആപ്പനെ പൊട്ടിക്കണുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി വൈബുള്ള ഒരു രാത്രിയാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു കുടിരിക്കലുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനം വാങ്ങാൻ വേണ്ടി കടയ്ക്ക് വന്നേക്കാണ് കേട്ടോ. ഇത് ഇവിടെ അടുത്തുള്ളൊരു കടയിന്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് ഉറുമ്പിന് അടിക്കണ മരുന്നാട്ടോ. ഒരാൾ വന്നിട്ട് ചോദിച്ച് വാങ്ങി കൊണ്ടുപോകണുണ്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കയ്യിൽ അടിച്ചാലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ കയ്യുമ്മായാലും ഒരു മണോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ കയ്യുമ്മനോ ആയാലും പ്രശ്നമൊന്നുമില്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഉറുമ്പും ഈച്ചയും ഒക്കെ കൊതുക് എല്ലാം പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കി എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ ഇവിടെയുള്ള സാധനങ്ങളാണ്. ഞങ്ങൾ വാങ്ങിയത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ്, ഫ്രൈ പാനാണ് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ബോട്ടിലുകളൊക്കെ ഉണ്ട്, സ്കൂൾക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ബോട്ടിൽ, ചോറും പാത്രം, ബോക്സ് എല്ലാം ഉണ്ട് കേട്ടോ. സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും പിന്നെ പെൻസിൽ ബോക്സ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പല വെറൈറ്റി ഐറ്റംസുകളുണ്ട്, കിച്ചണിലേക്കുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ റൈസ് കുക്കർ വാങ്ങാൻ ചോദിച്ചപ്പോൾ ഇനി വില കൂടുതലാണ്. അപ്പോൾ ഞങ്ങളത് മേടിച്ചില്ല. ബിരിയാണി പോട്ട്, കുക്കർ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മിക്സിയൊക്കെ ഉണ്ട്. ഏതൊക്കെയോ കമ്പനിയാണ്, സുജാത എന്നല്ല കേട്ടോ. പിന്നെ ഇതിലുള്ള ഒരു ഫ്രൈ പാനാണ് ഞങ്ങൾ വാങ്ങിയത്. നല്ല കമ്പനി നോക്കിയിട്ട് വാങ്ങിയിട്ടോ. ഈ ഒരു കമ്പനിയാണ് വാങ്ങിയത്. അപ്പോൾ അതങ്ങനെ വാങ്ങിയിട്ട് പാക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് പോയി. എന്നിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കി. പിന്നെ അവിടെ പാക്കിങ് ചെയ്യുന്നുണ്ട്. സമ്മാനപ്പൊടി കൊണ്ട് പൊടിയനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ പോവാണ് സാധനം വാങ്ങിയിട്ട്. പിന്നെ പിറ്റേ ദിവസം പോകുമ്പോഴാണ് ആപ്പയ്ക്ക് സാധനം വാങ്ങിയത് കേട്ടോ. ഞങ്ങൾ തലേന്ന് തന്നെ രാത്രി വന്ന് വാങ്ങി. ആപ്പ വാങ്ങിയത് കാസറോളും കുക്കറുമാണ്. അപ്പം അതൊക്കെ ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. അത് വാങ്ങിയത് വൈറ്റിൽ നിന്നാണ് കേട്ടോ. വൈറ്റിൽ നല്ല ഓഫറുണ്ട്. ഞങ്ങൾക്ക് തോന്നി വൈറ്റിൽ നിന്ന് വാങ്ങിയാൽ മതിയെന്ന് തോന്നിട്ടോ. ഈ ചട്ടികൾക്കൊക്കെ വില കുറവുണ്ട്. നമ്മൾ വാങ്ങിയത് 650 രൂപയാണ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിന്. പക്ഷേ അതുപോലത്തെ ഫ്രൈ പാൻ ഇവിടെ വൈറ്റിൽ 300-ൻ്റെ 400-ൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ മേമേന് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയാൽ മതിയെന്ന് തോന്നി. പോണ സമയത്ത് വാങ്ങാൻ സമയം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സാധനം വാങ്ങിയിട്ട് ബേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കുക്കറിനും എല്ലാ സാധനങ്ങൾക്കും ഓഫറുണ്ട്. നല്ല ഭംഗിയിൽ പൊതിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അപ്പം ഞങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ കേട്ടോ വിചാരിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പിന്നെ കുത്തിക്കൊള്ളിച്ച് പോകുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. പിന്നെ അത് അവിടെ എത്തി. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ എടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളി ഭംഗിയുള്ളൊരു വീടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ ആളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എടുക്കാനും പറ്റിയില്ല. പിന്നെ പറ്റണ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ തൂക്കുപാലുണ്ട്. ആയിമക്ക് പോയിട്ടോ ഞങ്ങൾ. ഇത് വലിയ തൂക്കുപാലാട്ടോ, നല്ല വലിപ്പമുണ്ട്, നല്ലോണം ഇറക്കമൊക്കെ ഉള്ളൊരു തൂക്കുപാലാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് അപകട സാധ്യത ഉണ്ട് പറഞ്ഞിട്ട് അവിടെ എഴുതിച്ചിട്ടുണ്ട്, കൂട്ടം കൂടി നിൽക്കരുത് എന്നൊക്കെ. അപ്പോൾ അവിടെ ഒരു ചെക്കൻ ഐസ് കൊണ്ട് വന്നിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് ഐസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അനുവിൻ്റെ വാച്ച് അങ്ങനെ കാണിച്ചിട്ടോ. അനു ആപ്പ കൊടുന്ന വാച്ചാണത്. പിന്നെ എനിക്ക് അവിടെ എന്തൊക്കെയോ കാണിക്കാൻ തീർക്കരുതേറ്റെ. ഈ ഷമോളാണെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ്. കാർട്ടൂൺ കാണുക, പിന്നെ പാട്ട് കാണുക, അങ്ങനെയൊക്കെ
ഓരോരോ ഇതാണ് ഫോണിൽ തന്നെയാണ് ഏത് നേരം. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് പോന്നു. അപ്പോൾ ഇത് ഏതൊരു പാലാണ്, ഒരു പുഴയും കാണുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു യാത്ര ഇന്ന് ഉണ്ടായി. പിന്നെ ആ പാട്ടൊക്കെ വെച്ചിങ്ങനെ പോന്നപ്പോൾ ആനും ഇങ്ങനെ ഡാൻസ് കളിക്കും കേട്ടോ. എന്നെ നല്ലൊരു ഡാൻസ് കളിക്കും. പക്ഷെ നമ്മൾ നോക്കിയ പോലെ നാണാവും. അപ്പം ഞങ്ങൾ നോക്കിയ പോലെ നാണം വന്നിട്ട് കേട്ടോ അവിടെ. അതുവരെ ഇങ്ങനെ കളിക്കുന്നു. വീഡിയോ ഓണാക്കിയത് മനസ്സിലായപ്പോൾ ഓൻ കളി നിർത്തി. പിന്നെ നമ്മൾ നോക്കണുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ഓന് മടിയായിട്ട് എന്നെ കളിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ വാച്ച്മാൻ അടയ്ക്കുന്നു. വാച്ച് നല്ല ഭംഗിൻ്റെ ഇട്ട് ഇങ്ങനെ കറങ്ങും, ലൈറ്റൊക്കെ കത്തും, പിന്നെ തുറക്കാനൊക്കെ പറ്റും കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു വാച്ചാണ്. അപ്പോൾ കൊടുക്കുന്നതാണ്. ഞങ്ങൾക്കൊക്കെ ജേഴ്സി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ സ്പ്രേയും ഒരുപാട് സാധനങ്ങൾ അപ്പം ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. വാച്ചൊന്നുമില്ല, വാച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊടുന്നിരുന്നു. അന്ന് അനുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതോട്ടാണ് മോന് കൊടുത്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി വീട്ടിലേക്ക്. കുടിയിരിക്കലിന് നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ.